കന്നഡ വ്യാപാര രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി AJ ഒപ്റ്റിക്കൽസ്. എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു. AJ ഒപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, ഓട്ടുപാറ. ഫോൺ നമ്പർ 6282021099. SFI വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം വടക്കാഞ്ചേരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജിഷ്ണു ഷാജി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അനശ്വര രക്തസാക്ഷി സഖാവ് ധീരജ് രാജേന്ദ്രൻ നഗർ എന്ന് നാമകരണം ചെയ്ത വടക്കാഞ്ചേരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് SFI ഏരിയ സമ്മേളനം നടന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും പതാക ഉയർത്തലും നടന്നു. തുടർന്ന് ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന ഏരിയ സമ്മേളനം SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജിഷ്ണു ഷാജി ഉദ്ഘാടനം ചെയ്തു. വർഗീയ അജണ്ടയും കച്ചവട താൽപര്യങ്ങളും മുൻനിർത്തിയുള്ള ഭരണമാണ് മോദി സർക്കാർ രാജ്യത്ത് നടപ്പാക്കുന്നത് എന്നും രാജ്യത്തെ ജാതിയുടെയും മതത്തിന്റെ പേരിൽ വേർതിരിക്കുകയും രാജ്യത്തെ മുഴുവൻ മേഖലയെയും അദാനിക്കും അംബാനിക്കും വിൽക്കുക എന്ന ലക്ഷ്യത്തിലുള്ള ഭരണമാണ് നടപ്പാക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ വിദ്യാഭ്യാസ നയത്തിലും വർഗീയതയും കച്ചവട താൽപര്യവും അടങ്ങുന്ന RSS അജണ്ട നടപ്പാക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫാസിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന BJP ഗവൺമെന്റ് എങ്ങനെയാണ് ഈ നാടിനകത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ദ്രോഹിക്കുന്ന രൂപത്തിലേക്കുള്ള ഭരണം നടത്തി വരുന്നതൊക്കെ നിരന്തരമായിട്ട് നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ വേദികളിലും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണോ? നമുക്കറിയാം, ഈ രാജ്യത്തിനകത്ത് 2 രീതിയിലാണ് മോദി ഗവൺമെന്റ് ഈ ഭരണത്തെ കൊണ്ടുപോയത്. ഒന്ന്, വർഗീയ അജണ്ടയാണ്, ഈ രാജ്യത്തെ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും തിരിക്കുക എന്നുള്ള അജണ്ട. 2, കച്ചവട താല്പര്യമാണ്. അദാനിക്കും അംബാനിമാർക്കും ഈ രാജ്യത്തിനകത്തെ മുഴുവൻ മേഖലയെയും വിൽക്കുക എന്നുള്ള ഈ 2 രൂപത്തിലേക്കാണ് ഈ രാജ്യത്തിനകത്തെ ഗവൺമെന്റ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നോക്കിയറിയാം. ഇപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്വാഗതം പറഞ്ഞ സഖാവ് സൂചിപ്പിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തെ 2 രീതിയിലാണ് RSS അജണ്ടയായിട്ട് മുന്നോട്ട് വെച്ചത്. ഒന്ന്, ഈ പറയുന്ന പോലെ വർഗീയമായിട്ടാണ്. 2, കച്ചവടപരമായിട്ടാണ്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുമ്പോൾ നമ്മുടെ നാടിനകത്തെ മാധ്യമങ്ങൾ അതിന്റെ ഹെഡ്ലൈനായി കൊടുത്തത് വിദേശ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ന്യൂസ്. എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പോലും മുഴുവനായിട്ട് പഠിക്കാതെ വിദേശ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലേക്ക് എത്തുന്നു, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടു എന്നുള്ള രൂപത്തിലേക്കുള്ള വാർത്തയാണ്. സുബില PS അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ SFI തൃശൂർ ജില്ലാ സെക്രട്ടറി ജിഷ്ണു സത്യൻ, SFI സംസ്ഥാന കമ്മിറ്റി അംഗം മേഘന MM, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ വിഷ്ണു പ്രഭാകർ, അനന്തു MR, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൾസന, സംഘാടക സമിതി ചെയർമാൻ KD ബാഹുലയൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി അജയ് രാജിനെ സെക്രട്ടറിയായും സുബില PS പ്രസിഡന്റായും സമ്മേളനം തെരഞ്ഞെടുത്തു. VCV ന്യൂസ്, വടക്കാഞ്ചേരി.